Okay, so once again, welcome back to MFavor PSC. So നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന PSC പരീക്ഷകളിലെല്ലാം നമ്മുടെ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ മാത്രമല്ല GK വിഭാഗത്തിൽ തന്നെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളെല്ലാം ആവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ കറണ്ട് അഫെയർ മുഴുവൻ PDF-ഉം MFavor കേരള PSC എന്ന ടെലഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് ടെലഗ്രാമിൽ MFavor കേരള PSC എന്ന് സെർച്ച് ചെയ്ത് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, മാത്രമല്ല ഇന്നിപ്പോൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട് നമ്മുടെ ലേണിംഗ് ആപ്പിനുള്ളിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെയും. 2024 ആഗോള മാധ്യമ അവാർഡ് നേടിയ ഇന്ത്യ ടുഡേ വികസിപ്പിച്ച AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ന്യൂസ് അവതാരകയുടെ പേരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എത്രമാത്രം ഓർത്താൽ മതി. ഇന്ത്യ ടുഡേ അവതരിപ്പിച്ച AI ന്യൂസ് റീഡറിന്റെ പേര് സന. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേയുടെ പേരിൽ തന്നെയുള്ള പുരസ്കാരം നേടിയത് നടി ഷീലയാണ്. ഷീല. അടുത്ത ചോദ്യം, 2024 മെയ്യിൽ ഗൂഗിൾ ഡൂഡിൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേട്ട് കാണും അല്ലെ? അതായത് നമ്മുടെ എന്താ പറയാ, ബ്രൗസറൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിളിന്റെ ഒരു ലോഗോ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഈ ഗൂഗിളിന്റെ ലോഗോ ചില പ്രത്യേക ദിവസങ്ങളിലൊക്കെ ആ ലോഗോയിൽ ചില ആൾട്രേഷൻ ഒക്കെ വരാറുണ്ട്. ആ ഒരു സംഗതിയാണ് നമ്മൾ ഗൂഗിൾ ഡൂഡിൽ എന്ന് പറയുന്നത്. ആ ഒരു കൈൻഡ് ഓഫ് ഒരു ടെമ്പററി ആൾട്രേഷൻ. അപ്പൊ അത്തരത്തില് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം, ഓക്കെ, അതിനുള്ള ഉത്തരവാണ് ഹമീദ ബാനു. അതായത് അലിഗഡിലെ ആമസോൺ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ആമസോൺ ഓഫ് അലിഗഡ്. അലിഗഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും, ഉത്തർപ്രദേശിലാണ് അല്ലെ? അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇപ്പോൾ ഒരുപാട് വനിതാ ഗുസ്തി താരങ്ങളുണ്ട് അല്ലെ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരമായിരുന്നു ആര്? ഹമീദ ബാനു. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണം എന്ന് പറയുന്നത്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആന്റി സബ്മറൈൻ മിസൈൽ സിസ്റ്റം. ഇപ്പോൾ സബ്മറൈൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മുങ്ങിക്കപ്പലും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അത്തരത്തിൽ ഈ മിസൈൽ വിരുദ്ധ സംവിധാനം എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മാർട്ടിന്റെ ഫുൾ ഫോം നോക്കിക്കോളാം. സൂപ്പർ സോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീഫ് ഓഫ് ടോർപിഡോ എന്നുള്ളതാണ് കേട്ടോ. സൂപ്പർ സോണിക് മിസൈൽ, അതാണ് SM. ഇനി A സ്റ്റാൻഡ്സ് ഫോർ അസിസ്റ്റഡ്, R സ്റ്റാൻഡ്സ് ഫോർ റിലീസ്ഡ് ഓഫ് ടോർപിഡോ. സ്മാർട്ട് എന്നുള്ള ആ ഒരു ഫുൾ ഫോം നോക്കി വെച്ചോളുക. ഇനി ഡൽഹി ആസ്ഥാനമായ GST അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സഞ്ജയ് കുമാർ മിശ്ര. ഇപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്ത് GSTയുമായി ബന്ധപ്പെട്ട പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് GST അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാഷണൽ ലെവൽ ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആരാ? സഞ്ജയ് കുമാർ മിശ്ര. ഇപ്പൊ കേരളത്തിൽ GST അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുമെന്ന് നമ്മുടെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ? ആ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിട്ടാണ്. ഓക്കെ, ഇനി 2023-24 എഡിഷൻ ISL ഫുട്ബോൾ ആണ്. അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയിരിക്കുന്നത് മുംബൈ സിറ്റി. ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. എന്നാൽ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകവും ചരിത്ര സ്ഥലങ്ങളും കാണുന്നതിനായിട്ട് വിനോദസഞ്ചാരികൾക്കായി കേരളത്തിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ യാത്ര ജൂൺ 4 ആരംഭിച്ചിരുന്നു കേട്ടോ. അത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടൊരു സ്വകാര്യ ട്രെയിൻ യാത്ര, ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം കേരളത്തിലും അരങ്ങേറുന്നത്. അതായത് ഈ വിദേശ സഞ്ചാരികളെ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മളൊക്കെ തന്നെ അല്ലെ, നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റുകളാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് തന്നെ പോയി കണ്ടും വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ആദ്യ സ്വകാര്യ ട്രെയിൻ യാത്ര ആരംഭിച്ചിരിക്കുന്നത്
തിരുവനന്തപുരത്ത് നിന്നാണ്. ഇനി റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, ഇതൊരു സംഘടനയാണ്. ഈ ഒരു സംഘടന 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക അല്ലെങ്കിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണെന്നാണ് ചോദ്യം. 159. വളരെ മോശമാണെന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോഴേ അറിയാം. ബട്ട് ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ ഇന്ത്യയുടെ റാങ്കിങ് 161 ആയിരുന്നു, നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഇത്തവണ 159 വന്നു. ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് നോർവേ. 2023 പത്രപ്രവർത്തനത്തിന് നൽകിയ സംഭാവനകൾക്ക് രാജാറാം മോഹൻ റോയ് ദേശീയ അവാർഡ് ലഭിച്ചത് ABK പ്രസാദ്. ഓക്കെ, സീനിയർ ജേർണലിസ്റ്റ് ആണ് ABK പ്രസാദ്. ഇനി 2023 ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനിതാ സഹായ പദ്ധതി, വനിതാ സമ്പാദ്യ പദ്ധതി കൂടിയാണിത്, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2023 തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് മാലദ്വീപാണ്. മാലദ്വീപായിട്ട് ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ നമ്മുടെ രാജ്യത്തെയും പ്രധാനമന്ത്രിയൊക്കെ വലിയ രീതിയിൽ അവർ വിമർശിക്കുകയുണ്ടായി. അപ്പോൾ മാലദ്വീപ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഒരു ദ്വീപ് രാഷ്ട്രമാണ്. അപ്പോൾ മാലദ്വീപിന്റെ പ്രസിഡന്റ് നമ്മൾ ഓർത്തു വയ്ക്കുക, മുഹമ്മദ് മൊയ്സു. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കാര്യമായിട്ട് ഇന്ത്യയോട് വലിയ ബഹുമാനമില്ലായ്മ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. മുഹമ്മദ് മൊയ്സു. ഇനി നോക്കിക്കേ, 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് ബഹിരാകാശ സഞ്ചാരി തോമസ് പെസ്കറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തോമസ് പെസ്കറ്റ് ഫ്രഞ്ച് ബഹിരാകാശ സഞ്ചാരിയാണ്. ഇതേപോലെ തന്നെ 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥി അല്ലെ, അത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ ആണ്. ഓക്കെ, ഇമാനുവൽ മാക്രോൺ. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി മൂന്നാമത് ബഹിരാകാശത്തേക്ക് ചെന്നിരിക്കുകയാണ് സുനിത വില്യംസ്. 2024 ബഹിരാകാശത്തേക്ക് പറക്കാൻ ഉപയോഗിച്ച പേടകം ഏതാണെന്നുള്ളതാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പേടകത്തിൽ അവർ പെട്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെ കണ്ടാണ്, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള നോയ്സ് ഒക്കെ ഈ പേടകത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇനി രക്ഷപ്പെട്ട് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനിലാണ് നമ്മുടെ എന്താ പറയാ നാസ ഉൾപ്പെടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സംഘടന അതിലെ ആളുകളൊക്കെ നോക്കുന്നത്. നമുക്കിപ്പോൾ അവർ വന്നാലും വന്നില്ലെങ്കിൽ ഒരു വിഷയമല്ല ആയിരിക്കാം അല്ലേ. സോ വാട്ട് എവർ. സോ നമുക്ക് എന്തായാലും ഇത് PSC പരീക്ഷയ്ക്ക് ചോദിക്കും. ബോയിങ് സ്റ്റാർലൈനർ, എന്താണ് ബോയിങ് സ്റ്റാർലൈനർ. ഇനി കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്നത്, ആദ്യത്തെ മെട്രോ എല്ലാവർക്കും അറിയാം കൊച്ചി മെട്രോ ആണ്. രണ്ടാമത്തെ മെട്രോ നിലവിൽ വരാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടാവത്തില്ല എന്ന് തോന്നുന്നു, തിരുവനന്തപുരമാണ് കേട്ടോ. സോ അതിനൊക്കെ വലിയ വലിയ നടപടികളുണ്ട്. ഇനി 2024 മെയ്യിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകനായ ഹരികുമാറിന്റെ ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമ, മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. അദ്ദേഹം അന്തരിച്ചു പോയി. ഹരികുമാർ, ഹരിഹരൻ അല്ല, ഹരികുമാറാണ്. ഓക്കെ. സോ മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച സുഹൃതം. ഓക്കെ. ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നൂതന സമീപന സംരംഭമായ സ്കൂൾ ഓൺ വീൽസ് ആരംഭിച്ചത് മണിപ്പൂരാണ് കേട്ടോ. അതായത് ഈ എന്താ പറയാ, ഉപയോഗശൂന്യമായ ബസ്സുകൾ ക്ലീൻ ചെയ്തെടുത്ത് അവിടെ അത് തന്നെ ഒരു പാഠശാലയാക്കി മാറ്റി കുട്ടികൾക്ക് അറിവുകൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂൾ ഓൺ വീൽസ് എന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെയാണ്? മണിപ്പൂർ. ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനുള്ള ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ എയർക്രാഫ്റ്റിന്റെ ഓപ്പറേഷൻ അറിയപ്പെടുന്നത് ബാംബി ബക്കറ്റ് പ്രവർത്തനങ്ങൾ എന്നാണ്. എന്താണ് ബാംബി ബക്കറ്റ് പ്രവർത്തനങ്ങൾ? ഇനി ഇന്ത്യയിലെ ആദ്യ വാണിജ്യ MCU ചിപ്പ്, അതായത് മൈക്രോ കൺട്രോളർ ചിപ്പ് എന്ന് പറയും. MCUവിന്റെ ഫുൾ ഫോം ഒക്കെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് PSC പരീക്ഷകൾക്ക് ആവശ്യമുള്ളതാണ്. മൈക്രോ കൺട്രോളർ യൂണിറ്റ് MCU എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ ചിപ്പാണ് നമ്മുടെ ഡിവൈസിന്റെ ഓപ്പറേഷൻസ് മറ്റുമെല്ലാം നിയന്ത്രിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഉത്തരം സെക്യൂർ IoT. ഇനി ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞ, ദാറ്റ് മീൻസ് AI ഡിപ്ലോമാറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഒരു ഡിപ്ലോമാറ്റിനെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഏതാ രാജ്യം? ഉക്രൈനാണ്. അപ്പോ പേര് വന്നിട്ട് വിക്ടോറിയ ഷീ എന്നുള്ള ഒരു വനിതയാണ്. വിക്ടോറിയ ഷീ AI വനിതയാണ് കേട്ടോ. അത് ഇബ്രാഹിം റൈസി എല്ലാവർക്കും അറിയാം, ഇറാന്റെ പ്രസിഡന്റ് ആണ്.
ഇറാൻ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി അദ്ദേഹത്തിന്റെ മരണശേഷം ഇറാനിലെ ഇടക്കാല പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് ആര് എന്നുള്ളതാണ് ചോദ്യം. മുഹമ്മദ് മൊക്ബർ. എന്നാൽ ഇപ്പോൾ നിലവിലെ പ്രസിഡന്റ് ആയിട്ട്, അതായത് കുറച്ച് ഒരു ഇടക്കാലത്തേക്ക് മാത്രമാണ് പ്രസിഡന്റ് ആയത് മുഹമ്മദ് മൊക്ബർ എന്ന ഇറാന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആയിട്ട് മസൂദ് പെസഷ്കിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ ചുമതലയേറ്റിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് 2024 ജൂലൈയിൽ. ഓക്കെ, അപ്പൊ അത് നോക്കിക്കൊള്ളണം. മുഹമ്മദ് മൊക്ബർ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. എന്നാൽ നിലവിലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. അപ്പോൾ ഇബ്രാഹിം റൈസി എല്ലാവർക്കും അറിയാം, ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇറാന് വലിയ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ട് നിരന്തരം ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പവറൊക്കെ ഉണ്ടായിരുന്ന ഇസ്രായേലിനെതിരെയൊക്കെ അല്ലെ ഇബ്രാഹിം റൈസി അസർബൈജാൻ എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രത്തിൽ നിന്നും അദ്ദേഹം അവിടെ ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തി തിരിച്ചു വരുന്ന വഴിക്ക് അസർബൈജാനിൽ വെച്ച് തന്നെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു. ഓക്കെ, കൊല്ലപ്പെട്ടു എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇറാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മെഗാലിത്തിക് കാലഘട്ടത്തിലേതെന്ന് കരുതപ്പെടുന്ന പാമ്പിന്റെ കൊത്തുപണി കണ്ടെത്തപ്പെട്ട പുതുക്കൈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാസർഗോഡാണ്. കാസർഗോഡ്. ഇനി 2024 ഭൂമിക്കരികിലൂടെ കടന്നു പോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 JB2. ലോകത്തിൽ ആദ്യമായിട്ട് 6G ഡിവൈസ്, നമുക്കിപ്പോ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള 5G ഡിവൈസ് ആണ് അല്ലെ, 6Gയിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാനാണ്. അപ്പോൾ ഞാൻ ഓർത്തുപോവാണ് 2022-ലും 23-ലും ചോദിച്ചിരുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് 5G നെറ്റ്വർക്ക് സർവീസ് ആരംഭിച്ച പ്രൊവൈഡർ ആരാണെന്നുള്ളതാണ്. എയർടെൽ ആയിരുന്നു. അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു LGS ലെവൽ പരീക്ഷകൾക്കായിരുന്നു. 2024 വെടിയേറ്റ സ്ലോവാക്യ ഒരു യൂറോപ്യൻ രാജ്യമാണ്. അവിടുത്തെ പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് റോബർട്ട് ഫിക്കോ. ഇനി ഇന്ത്യയിലെ ആദ്യ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയത് HDFC ആണ് കേട്ടോ. വെർച്വൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ക്രെഡിറ്റ് കാർഡൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഉരയ്ക്കാനും പിടിക്കാനൊക്കെ പറ്റും അല്ല, ഫിസിക്കലി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെയൊന്നും വേണ്ട. സോ ഓൺലൈൻ ട്രാൻസാക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട്, നമുക്ക് ഫിസിക്കലി ഒരു കാർഡ് ഒന്നും കാണത്തില്ല, കുറച്ച് നമ്പേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അത്തരത്തിലൊരു വെർച്വൽ ക്രെഡിറ്റ് കാർഡാണ് HDFC പുറത്തിറക്കിയിരിക്കുന്നത്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെയുണ്ട് കാഴ്ചയും തന്മാത്രയും എല്ലാം ബ്ലസ്സിയുടെ സിനിമയാണ്, ആടുജീവിതം ഉൾപ്പെടെ. ഇനി ലോക ഹൈഡ്രജൻ ഉച്ചകോടി. അപ്പൊ ഇന്ത്യ അത് വലിയൊരു വാർത്തയായിരുന്നു. ഇന്ത്യയുടെ ഹൈഡ്രജൻ പൊട്ടൻഷ്യലൊക്കെ ലോകത്തിന് മുന്നിൽ വിളമ്പിയ ഒരു സമയം കൂടിയായിരുന്നു ഈ പറയുന്ന ലോക ഹൈഡ്രജൻ ഉച്ചകോടി 2024. ഇത് നടന്നിരിക്കുന്നത് നെതർലാൻഡ്സിലെ റോട്ടർഡാമിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ഇത് നൽകുന്നത് ആരാ? ഇത് PSC ചോദ്യമായിരുന്നു. അതായത് കേരള സംസ്ഥാന സർക്കാർ മാധ്യമ വിഭാഗത്തിൽ നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. സീനിയർ ജേർണലിസ്റ്റായ SR ശക്തിധരൻ അത് ലഭിച്ചു. 2023 54 അടി ഉയരമുള്ള ഹനുമാന്റെ പ്രതിമ കേന്ദ്രമന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തത് എവിടെ എന്നുള്ളതാണ്. ഇലക്ഷനൊക്കെ തൊട്ട് മുന്നേ ആയിട്ടായിരുന്നു അത്, ഗുജറാത്ത്. ഇനി IPL 2024. ഓക്കെ, സോ IPL 2024 എന്ന് പറയുമ്പോൾ നമ്മുടെ 17ാമത്തെ എഡിഷൻ ആയിരുന്നു. 17ാമത്തെ എഡിഷൻ. അപ്പോൾ IPL 2024 ഉദ്ഘാടന മത്സരം നടന്നിരിക്കുന്നത് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെന്നൈയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിദംബരം സ്റ്റേഡിയം. ഓക്കെ, ആരൊക്കെ തമ്മിലായിരുന്നു? RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ. ജേതാക്കളെ നിങ്ങൾക്ക് അറിയാലോ. ജേതാക്കൾ ആരായിരുന്നു? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. അവരുടെ 3ാമത്തെ IPL കിരീടം. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. ഏറ്റവും കൂടുതൽ ഈ 17ാമത്തെ എഡിഷൻ 2024 നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലി ആയിരുന്നു. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ഹർഷൽ പട്ടേൽ. ഓക്കെ,
ലോക മത്സ്യത്തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മികച്ച സമുദ്ര സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഡെപ്യൂട്ടി മുഖ്യമന്ത്രി വന്നിട്ട് പവൻ കല്യാണാണ്. കമ്പ്യൂട്ടറുകളെ സൈബർ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഉപയോഗിക്കുന്ന ഉബുണ്ടു അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പോൾ മിക്ക സർക്കാർ സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്നത് ഉബുണ്ടു അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സംവിധാനങ്ങളാണ്, സിസ്റ്റംസ് ഒക്കെ തന്നെയാണ്. ഉബുണ്ടു ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉബുണ്ടു ഇപ്പൊ നിങ്ങൾ ഉപയോഗിച്ച് ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, കുറെ കൂടി സേഫ് ആൻഡ് സെക്യൂർഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ബട്ട് യൂസർ ഫ്രണ്ട്ലി അല്ല. സോ മായ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എയറോസ്പേസ് അഭിലാഷങ്ങൾക്കായി ലോകത്തിലെ ഏറ്റവും ശക്തമായ ഹൈപ്പർസോണിക് വിൻഡ് ടണൽ അവതരിപ്പിച്ചിരിക്കുന്നത് ചൈനയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഹൈപ്പർസോണിക് വിൻഡ് ടണൽ എന്നൊക്കെ പറയുന്നത്. മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ ഇതിന് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹൈപ്പർസോണിക് വിൻഡ് ടണൽ ഏറ്റവും ശക്തമായെന്ന് പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വളരെ വേഗത്തിൽ എയർ ഫ്ലോ അടിച്ചു കയറ്റാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അത് വളരെ വേഗത്തിൽ, എത്ര വേഗത്തിൽ അത് ചെയ്യാൻ പറ്റുമോ അത്രയും ശക്തമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ഹൈപ്പർസോണിക് വിൻഡ് ടണൽ ചൈന നിർമ്മിച്ചിരിക്കുകയാണ്. അതിന്റെ പേരാണ് JF-22. അതും കൂടെ എഴുതിക്കൊള്ളുക, JF-22 വിൻഡ് ടണൽ എന്നുള്ളതും കൂടി എഴുതിക്കൊള്ളുക, JF-22. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ യുവാക്കളുടെ സംരംഭങ്ങൾ പ്രോത്സാഹിക്കുന്നതിനായുള്ള പദ്ധതി ഉന്നതി മുന്നേ നമ്മളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം സ്ഥാപിതമാകുന്നത് ഭുവനേശ്വറിലായിരുന്നു. അത് നമ്മുടെ ഒഡീഷയിലാണ് ഈ പറയുന്ന ഭുവനേശ്വർ, എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, ഇന്ത്യൻ ഹോക്കി ടീമിന്റെ നമ്മുടെ ഒളിമ്പിക്സിലൊക്കെ ബ്രോൺസ് മെഡൽ നേടിയായിരുന്നു. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഒഫീഷ്യൽ സ്പോൺസർ ആയിരുന്നു ഒഡീഷ സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹോക്കി ടീമിനെ കാര്യമായിട്ട് സഹായിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IPL 2024 17ാമത് എഡിഷൻ ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈയിലെ ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. ഓക്കെ, 2023 പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഉപഗ്രഹ വിക്ഷേപണ കമ്പനി, വലിയ വാർത്തയായിരുന്നു, വിർജിൻ ഓർബിറ്റ്. ഇനി 2024 സുൽത്താൻ അസലാൻ ഷാ ഹോക്കി. സുൽത്താൻ അസലാൻ ഷാ ഹോക്കി എന്ന് പറയുന്നത് പണ്ട് മുതലേ നടന്നു വരുന്ന ഒരു ഹോക്കി ടൂർണമെന്റ് ആണ്. മെയിനായിട്ട് മലേഷ്യ കോലാലംപൂർ ബേസ് ചെയ്താണ് ഈ പറയുന്ന ഹോക്കി ടൂർണമെന്റ് നടക്കുന്നത്, അല്ലെ? അപ്പോൾ ഇത്തവണ ജയിച്ചിരിക്കുന്നത് ജപ്പാനാണ് ജയിച്ചിരിക്കുന്നത്. ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചു. മേഘാലയയിലെ ആദ്യ വനിതാ DGP, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ഇദാശിഷ നോൺഗ്രാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിരിക്കും, സ്റ്റാർ ഇട്ട് വെച്ചോളാം. ഇദാശിഷ നോൺഗ്രാൻ, മേഘാലയ. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ 100ാമത്തെ രാജ്യമായിട്ട് ആര് വന്നു? പരാഗ്വേ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. അതിനു മുന്നേ 99ാമത്തെ രാജ്യം സ്പെയിൻ. ഇൻസ്റ്റാഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് കടന്ന ആദ്യ ഏഷ്യാക്കാരൻ വിരാട് കോഹ്ലി. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കുന്നതിനായി 30 ഏക്കർ പുൽമേട് അനുവദിച്ച സംസ്ഥാനം മണിപ്പൂർ. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനങ്ങളുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശാണ്. ലഡാക്കിൽ സൈനിക ബറ്റാലിയൻ കമാൻഡർ ആകുന്ന ആദ്യ വനിത കേണൽ ഗീത റാണ. ഇനി നമുക്ക് നോക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. പുരുഷ സിംഗിൾസ് ഉണ്ട്, വനിതാ സിംഗിൾസ് ഉണ്ട്. പുരുഷ സിംഗിൾസ് ജേതാവ് എന്ന് പറയുന്നത് ജാനിക് സിന്നർ ആണ്. അങ്ങനെ അധികം ആരും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അധികം ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളൊന്നും നേടിയിട്ടില്ലാത്ത ആളായത് കൊണ്ട് നിങ്ങൾ മറന്നുപോകും. സോ ഓർത്തോളുക. സോ ജാനിക് സിന്നർ, ഇറ്റലി, ഫൈനലിൽ റഷ്യയുടെ ഡാനിയൽ മെദ്വദേവിനെ തോൽപ്പിച്ചു. ഇനി വനിതാ സിംഗിൾസിൽ ജേതാവായിരിക്കുന്നത് അരീന സബലങ്ക. ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബലാറസ് താരമാണ്. ഫൈനലിൽ ചൈനയുടെ ഷെൻ ക്വിൻവെനെ തോൽപ്പിച്ചു.
ഷെൻ ക്വിൻ വെൻ നിങ്ങൾ കേട്ട് കാണും. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ സിംഗിൾസ് ഗോൾഡ് മെഡൽ നേടിയത് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച്. എന്നാൽ വനിതാ സിംഗിൾസിൽ ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത്, ടെന്നീസിൽ ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത് ചൈനയുടെ തന്നെ ഷെൻ ക്വിൻ വെൻ ആണ്. ഇത്തരത്തിൽ ടെന്നീസിന്റെ ചരിത്രത്തിൽ സിംഗിൾസ് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ വ്യക്തിയാണ്, ആദ്യ ഏഷ്യൻ താരമാണ്. വേറെ ഒരു പെണ്ണോ ആണോ നേടിയിട്ടില്ല. ആര്? ഷെൻ ക്വിൻ വെൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യക്കാരന് കിരീടം കിട്ടി. ആരാണ്? രോഹൻ ബൊപ്പണ്ണയും അദ്ദേഹത്തിന്റെ പാർട്ട്ണറായ മാത്യു എബ്ഡൻ, ഓസ്ട്രേലിയ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരുന്നത്. ഈ പറയുന്ന ക്ലാസ്സിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.